കേരളം ഭയങ്കര ഒരു കോമഡിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉമാ തോമസ് MLA ഒരു പരിപാടിയിൽ മറിഞ്ഞു വീണ് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ സ്ഥിതി മെച്ചപ്പെട്ടു വരികയൊക്കെ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ആ സഹോദരിയുടെ രോഗം സുഖമായി വളരെ പെട്ടെന്ന് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ സംഭവം അങ്ങോട്ട് നടന്നതിന് ശേഷമാണ് പിന്നെ ഈ 1200 പേരുടെ നൃത്തം തട്ടിപ്പായിരുന്നു, ആ സംഘടന തട്ടുകടയിലായിരുന്നു, ആ സംഘടന വലിയ ചൂഷണമായിരുന്നു, എല്ലാവരുടെ കയ്യിൽ നിന്നും 3500 4000 രൂപ വീതം പിരിച്ചു എന്നൊക്കെ പറയുന്ന ചർച്ച വരുന്നത്. അതിനു മുമ്പ് ഇത് കേരളത്തനിമയുടെ, മഹനീയതയുടെ, ഉത്തമയുടെ, ഉന്മാദിനിയുടെ, അതിൻ്റെ പ്രശസ്തിയും പ്രസക്തിയും ലോകമെമ്പാടും എത്തിക്കാനുള്ള മഹൽ സംരംഭമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന് ഉദ്ഘാടനം ചെയ്യാൻ സാംസ്കാരിക മന്ത്രിയും അതുപോലുള്ള MLAയും MPയും ഒക്കെ അടക്കമുള്ളവർ അവിടെ ചെന്ന് നിന്ന് ഈ അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നെടുങ്കൻ പ്രസംഗം നടത്തി ഇതിൻ്റെ സംഘാടകരെയും ഇത് സംഘടിപ്പിച്ചവരെയും നൃത്തം ചെയ്യാനെത്തിയവരെയും മുക്തകണ്ഠം പ്രശംസിച്ച് അതിൻ്റെ പരമകോടിയിൽ എത്തിച്ച് പിരിയേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ അബദ്ധം പറ്റിയപ്പോൾ ഇതെല്ലാം തെറ്റാണ്, അത് അനീതിയാണ്, ഇത് നിയമലംഘനമാണ്, അത് ശരിയായതല്ല. അപ്പോൾ കുറേ ആളുകൾ രംഗത്ത് വന്ന് ഞങ്ങളുടെ നൃത്തത്തിൻ്റെ തുണിക്ക് ആദ്യം 200 ചോദിച്ചു, പിന്നെ 1200 ചോദിച്ചു, പിന്നെ 2500 ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മേഖലയിലൊക്കെ എത്ര നാളുകളായി വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു? ആരെങ്കിലും അതിനെക്കുറിച്ച് വല്ലതും ചിന്തിക്കാറുണ്ടോ? പല ദരിദ്രമായ വീടുകളിലും, എനിക്കറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്, പല ദാരിദ്ര്യമുള്ള വീടുകളിലും ഒരു കുട്ടി അല്പം ഡാൻസൊക്കെ കളിക്കുമെങ്കിൽ വീട്ടിൻ്റെ ചുറ്റുപാട് വളരെ മോശമാണ്, ദൈനംദിന കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിർവാഹമില്ല, എങ്കിലും ഒരു ഡാൻസ് ടീച്ചർ എടുത്തുകൊണ്ടാക്കി അവിടെ പഠിപ്പിച്ച് ഫീസെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അരങ്ങേറ്റം. ഈ അരങ്ങേറ്റമെന്നും പറഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് രൂപയാണ് പലരും കൊള്ള പോലെ പിഴുതെടുക്കുന്നത്. അതിൽ സത്യസന്ധരായുള്ളവരുണ്ട്, പക്ഷേ കുറേ ആളുകൾക്ക് ഇതൊരു വലിയ അമുക്കാണ്. ലക്ഷക്കണക്കിന് രൂപ ഓരോ പേരൻസിൻ്റെ നിന്നും വാങ്ങിച്ച് അതിൻ്റെ സംഗതികളെല്ലാം പറഞ്ഞ് ഇവരെല്ലാവരും എവിടെയെങ്കിലും എത്തുന്നോ? ഇവരുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ഒന്നെങ്കിൽ സീരിയൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പറയുന്ന സിനിമ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ വേറെ കലാതിലകം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എത്രയോ വലിയ കൊമേഴ്സ്യൽ എഫേർട്സും അതുകൂടാതെ ചൂഷണവുമാണ് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പരിപാടി അവിടെ നടത്തുമ്പോൾ ഇതിന് മന്ത്രിമാരെയും മറ്റുള്ളവരെയും ഒക്കെ വന്ന് കാണുമ്പോൾ ഒരു മിനിമം ഇതുപോലെ പരിപാടി നടത്തുമ്പോൾ ഇതൊരു ക്രെഡിബിലിറ്റി ഉള്ളവരാണോ ചെയ്യുന്നത്? ഇതിൻ്റെ സംഘാടകരാരാണ്? ഇതിൻ്റെ വിവരങ്ങൾ എന്താണ്? കേരള പോലീസിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, വിജിലൻസ് ഇൻ്റലിജൻസ് ഉണ്ട്, അല്ലാത്ത ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ട്. ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലൂടെ ഇതൊക്കെ അന്വേഷിക്കണ്ടേ? എന്നിട്ട് ഇത് ക്രെഡിബിലിറ്റി ഇല്ലാത്തതാണെങ്കിൽ മന്ത്രിമാരും മറ്റവരും പങ്കെടുക്കാൻ പോകാതെ ജില്ലാ ഭരണകൂടത്തെ കൊണ്ട് അത് നടത്താൻ പാടില്ല എന്ന് നിരോധിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ആളുകൾ ഇതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതല്ലേ? ഇപ്പോൾ കുറേ പേര് പോലീസിൻ്റെ കാര്യം പറയുന്നു. പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി ചില സംഗതികളൊന്നും ഇല്ല എന്നും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് അവർ ഈ പരിപാടിക്ക് എതിരെ നിന്നാൽ അവർ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ തച്ചുടയ്ക്കുന്നവരായി മാറൂല്ലേ? ദുരന്തം വന്നു കഴിയുമ്പോൾ പിന്നെ ആ സംഭവം ഈ സംഭവം, വന്നവർ, റിബണ്, കട, എന്തൊരു കോമഡിയാണ് ഇത് എന്ന് മാത്രമല്ല, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് അവസാനിക്കും. വീണ്ടും അടുത്തൊരാൾ രംഗത്തിറങ്ങും. 1 ലക്ഷം പേരുടെ ഒപ്പന, 2 ലക്ഷം പേരുടെ നൃത്തം, അതിലെന്താ നടക്കുന്നതെന്നും എത്ര രൂപ ഇതിനൊക്കെ പിരിക്കുന്നെന്നും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങുന്നെന്നും ഇനി ആ കാശ് ഈ ഭ്രാന്ത് പോലെ കൊണ്ട് കൊടുക്കുന്നവരുൾപ്പെടെയുള്ളവർ ഇതിന് ഉത്തരവാദികളല്ലേ? അപ്പോൾ അതല്ലാതെ വെറുതെ ഇത് കഴിഞ്ഞ് ഈ കോമഡി ഷോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊരു സാധാരണക്കാരൻ്റെ ചിന്തയാണ്. ഞാനിത് ചുറ്റുപാടുകളിൽ പലതരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ കാണുന്നത് കൊണ്ട് പറഞ്ഞതുമാണ്. തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കുക.